സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പപ്പായയുടെ പൂവ് കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം. ഇത് അങ്ങനെ ആരും ഉണ്ടാക്കാത്ത ഒരു തോരനാണ്. പപ്പായ എന്ന് പറഞ്ഞാൽ തന്നെ വിറ്റാമിൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണ്. അതിൻ്റെ ഇലയുടെ നീരിന് പോലും വളരെയധികം ഗുണമാണ്. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പപ്പായ ചെടി നട്ടു വളർത്തണം. ഈ പപ്പായ മരത്തിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ പൂക്കൾ പറിച്ചെടുക്കാം. ഇങ്ങനെ പറിച്ചെടുത്താൽ മതി. ഇനി പൂക്കൾ വേറെയായി ഓരോന്നോരോന്നായി നമുക്ക് ഒരു പാത്രത്തിലേക്ക് പറിച്ചിടണം. കേരളത്തിന് പുറത്തുള്ളവരാണ് ഇത് അധികവും തോരനുണ്ടാക്കി കഴിക്കുന്നത്. ഇതൊന്ന് നല്ലതുപോലെ കഴുകിയെടുക്കാം. ഇങ്ങനെ കുലയിൽ നിന്ന് ഓരോന്നായി പറിച്ച് മാറ്റിയ ശേഷം ഒന്നുകൂടി നല്ലതുപോലെ കഴുകിയെടുത്ത് തോരനുണ്ടാക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 3 ഗ്ലാസ് വെള്ളം വെച്ച് 1/2 ടീസ്പൂൺ ഉപ്പുമിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്ക് വൃത്തിയാക്കിയ പൂക്കൾ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ പൂവിൻ്റെ ചെറിയൊരു കയ്പ്പ് മാറിക്കിട്ടും. വലിയ കയ്പൊന്നുമില്ല. നമ്മൾ കയ്പൊക്കെ വരെ ഉണ്ടാക്കി കഴിക്കുന്നില്ലേ. ഇതിൻ്റെ ഗുണങ്ങൾ അറിയുമ്പോൾ ആരും ഈ ചെടി നശിപ്പിക്കില്ല. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. മുമ്പൊന്നും ഞങ്ങൾക്കും അറിയില്ലായിരുന്നു ഈ പൂക്കൾക്ക് വളരെയധികം ഗുണമുണ്ട് എന്ന്. അതുകൊണ്ട് ഞങ്ങളും ഇത് കൊത്തിക്കളയാറാണ് പതിവ്. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. ഈ പൂക്കൾ ഒന്ന് നല്ലതുപോലെ വേവണം. ഇങ്ങനെ ചെയ്യുമ്പോൾ കയ്പ് കുറഞ്ഞു വരും. ചുരുങ്ങിയത് 5-10 മിനിറ്റ് വെന്ത ശേഷമാണ് ഊറ്റിയെടുക്കേണ്ടത്. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി കഴുകാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1 നുള്ളി കടുകിട്ട് കൊടുക്കാം.
ഇത് ക്യാൻസറിനെ പോലും പ്രതിരോധിക്കും എന്നാണ് പറയുന്നത്. ഇനി ആരും ഇതുപോലുള്ള പൂക്കളുണ്ടാകുന്ന പപ്പായ ചെടി കൊത്തി നശിപ്പിക്കരുത്. കടുക് പൊട്ടുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഞാനിവിടെ മുട്ട ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത്. മുട്ട ഒഴിച്ചും ഉണ്ടാക്കാം, ഒഴിക്കാതെയും ഉണ്ടാക്കാം. മുട്ട ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി കയ്പ്പ് കുറഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഒന്ന് ഇളക്കിയ ശേഷം 1 ടേബിൾ സ്പൂൺ തേങ്ങയും 1/2 കപ്പ് പൂ വേവിച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 നുള്ള് ഉപ്പുമിട്ട മുട്ട ഇളക്കിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ആകെ ഇത്രയേ പണിയുള്ളൂ. വളരെ എളുപ്പത്തിൽ ഒരു സൂപ്പർ തോരൻ തയ്യാർ. വിറ്റാമിൻ്റെ കലവറയും. എഗ്ഗ് കഴിക്കാത്തവരാണെങ്കിൽ ഇത് ഉപേക്ഷിക്കേണ്ട. ചെറിയൊരു കയ്പേ ഉണ്ടാവും. 2 പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ ഇതിൻ്റെ സ്വാദ് നമ്മൾ ഇഷ്ടപ്പെടും. കയ്പൊക്കെ വരെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നില്ലേ? ഇനി നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഈ പൂക്കളെ നശിപ്പിക്കാതെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കും. തോരൻ ഉണ്ടാക്കിയപ്പോഴാണ് മനസ്സിലായത്, സൂപ്പറാണിത്. ഇനി ആരും ഇത്ര നല്ല ചെടി നശിപ്പിക്കാതെ ഇങ്ങനെ തോരൻ ഉണ്ടാക്കി നോക്കും. പിന്നെ ഇതുണ്ടാക്കാൻ ഒരു പണിയുമില്ലല്ലോ. ഇങ്ങനെ പല ചെടികളും നമ്മുടെ നാട്ടിലുണ്ട്. അതെല്ലാം നമ്മൾ അറിയാതെ പോവുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് അഭിപ്രായം കമൻറ്റ് ബോക്സിലിടും. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.